റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കൊല്ലത്തെ ദേശീയപാത നിർമ്മിക്കുന്ന നിർമ്മാണ കമ്പനിയുടെ വാഹനങ്ങളുടെ പുക പരിശോധന നടത്തിയതിൽ തട്ടിപ്പ്. ശിവാലിയ കൺസ്ട്രക്ഷൻസിലെ വാഹനങ്ങളുടെ പുക പരിശോധന നടത്തിയിരിക്കുന്നത് ഹരിയാനയിലാണെന്നാണ് കണ്ടെത്തൽ. പുക പരിശോധന തട്ടിപ്പിനെക്കുറിച്ച് റിപ്പോർട്ടർ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ കേരളത്തിൽ നിന്നും പരിശോധന നടത്തിയപ്പോഴാണ് തട്ടിപ്പ് പുറത്തുവന്നത്. എന്നാൽ ഇത് കണ്ടെത്തിയിട്ടും മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തിട്ടില്ല. പരിവാഹൻ വെബ്സൈറ്റിലെ വിവരങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു. സിനോജ് തോമസ് വിവരങ്ങളുമായി. സിനോജ്, ഈ വാർത്തയുടെ പിന്നാലെയുണ്ട്. സിനോജ്, ഇപ്പോൾ ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ എന്താണ്? സ്മൃതി, കഴിഞ്ഞ മാസം 27-ാം തീയതിയാണ് ഈ വാഹന പുക പരിശോധന മേഖലയിൽ നടക്കുന്ന തട്ടിപ്പിനെ കുറിച്ച് റിപ്പോർട്ടർ ടി വി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയത്. മന്ത്രി കെ ബി ഗണേഷ് കുമാർ വിഷയത്തിൽ ഇടപെടുകയും നടപടി ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇത്തരത്തിൽ കേരളത്തിന് പുറമേ നിന്നുള്ള പുക പരിശോധന കേന്ദ്രത്തിലേക്ക് വാട്സപ്പ് വഴി ചിത്രം അയച്ചു നൽകി വ്യാജ പുക പരിശോധന സർട്ടിഫിക്കറ്റ് വാട്സപ്പ് വഴി കരസ്ഥമാക്കിയത്. അതിൽ ഒരു കമ്പനിയാണ് ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനി. കൊല്ലത്ത് ദേശീയപാത തകർന്ന സംഭവം ഉണ്ടായിരുന്നു. അവിടെ ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ടിപ്പർ ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ കരാർ കമ്പനിക്ക് വേണ്ടി ഓടുന്ന KL 75 രജിസ്ട്രേഷൻ നമ്പറുള്ള, അതായത് തൃപ്രയാർ ജോയിന്റ് ആർട്ടിയുടെ കീഴിലുള്ള വാഹനങ്ങളാണ്. ഇവ പുക പരിശോധന നടത്തിയിരിക്കുന്നത് ഹരിയാനയിൽ നിന്നാണ്. നമ്മൾ 27-ാം തീയതി വാർത്ത നൽകുന്നു. 28-ാം തീയതിയും 29-ാം തീയതിയും അവർ ഈ വാർത്ത കണ്ട് കേരളത്തിൽ വെച്ച് തന്നെ വീണ്ടും പുക പരിശോധന നടത്തി കേരളത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ നോക്കുന്നു. അതിൽ ചില വാഹനങ്ങൾ പുക പരിശോധനയിൽ പരാജയപ്പെടുന്നു. അതിൽ പ്രൊജക്ട് മാനേജറുടെ കാർ ഉൾപ്പെടെയുള്ള വാഹനം ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതിന്റെ വിവരങ്ങൾ തൃപ്രയാർ ജോയിന്റ് ആർട്ടി ശേഖരിക്കുകയും റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ട്രാൻസ്പോർട്ട് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലൊരു വഴിവിട്ട രീതിയിലുള്ള നിയമം ലംഘിച്ചുകൊണ്ടുള്ള പുക പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിൽ പോലീസിലേക്ക് പരാതി നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് FIR ഇട്ട് അന്വേഷിക്കേണ്ട കേസാണ്. ആ നടപടിയിലേക്ക് ഇതുവരെ പോയിട്ടില്ല. കാരണം തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഉദ്യോഗസ്ഥരില്ല തുടങ്ങിയ ന്യായങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പിലെ ജീവനക്കാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് വലിയ നിയമലംഘനമാണ് നടന്നിരിക്കുന്നത്. കേരളത്തിന് പുറത്തുള്ള ഒരു ഹരിയാന പോലുള്ള സംസ്ഥാനത്തെ പുക പരിശോധന സ്ഥാപനത്തിൽ അവിടേക്ക് ഫോട്ടോ അയച്ചു നൽകുന്നു. അവിടെ നിന്ന് പുക പരിശോധന സർട്ടിഫിക്കറ്റ് കരസ്ഥമാകുന്നു. കേരളത്തിൽ ഈ വാഹനം നിരന്തരം